ആസാമിൽ നിന്ന് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 348 സീറ്റുകളിൽ എതിരില്ലാതെ 348 സീറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ 325 എണ്ണമാണ് NDA എതിരില്ലാതെ നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മത്സരിക്കാത്ത സീറ്റുകളുടെ കണക്ക് ശനിയാഴ്ച പുറത്തുവിടുമെന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അസമിലെ പഞ്ചായത്ത് സംവിധാനത്തിലെ ആകെ 348 സീറ്റുകളിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുപ്പ് നടന്നതായും അതിൽ 325 എണ്ണം BJP നേതൃത്വത്തിലുള്ള NDA നേടിയതായും മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്കുള്ള വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലേക്കാണ് നടക്കുന്നത്. മെയ് 2-നും മെയ് 7-നുമാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 18 ആണെന്നാണ് ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം NDA ഇതിനകം 37 ജില്ലാ പരിഷത്ത്, അതായത് 35 BJP, 2 AGP സീറ്റുകളും 288 അഞ്ചാലിക് പഞ്ചായത്തുകളും അതിൽ 259 എണ്ണം BJP, 29 എണ്ണം AGP സീറ്റുകളും എതിരില്ലാതെ നേടിയിട്ടുണ്ട്. അദ്ദേഹം എക്സിലെ പോസ്റ്റിലാണ് ഇക്കാര്യം പങ്കിട്ടിരിക്കുന്നത്. അദ്ദേഹം പങ്കിട്ട ചാർട്ട് അനുസരിച്ച് സ്വതന്ത്രർ 15 അഞ്ചാലിക് പരിഷത്ത് സീറ്റുകൾ എതിരില്ലാതെ നേടിയിട്ടുണ്ട്. കോൺഗ്രസ് 9-ഉം AIUDF 1 സീറ്റും നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആസാമിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ അഭൂതപൂർവവും വലുതുമായ ഒരു ജനവിധിയാണിത്. NDAയോടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും അസമിലെ ജനങ്ങൾക്കുള്ള അതിരറ്റ വിശ്വാസവും അതിരുകടന്ന സ്നേഹവും ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ എക്സിലെ തന്റെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. അന്തിമ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കണക്ക് കൂടുതൽ ശ്രദ്ധേയമായി വളരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അസമിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA തൂത്തുവാരാൻ ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. മത്സരിക്കാത്ത സീറ്റുകളുടെ കണക്ക് ശനിയാഴ്ച പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 11-നാണ് നടക്കാനിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ആകപ്പാടെ 21,920 സീറ്റുകളും അഞ്ചാലിക് പരിഷത്തുകളിൽ 2,192 സീറ്റുകളും ജില്ലാ പരിഷത്തുകളിൽ 397 സീറ്റുകളുമാണ് ഉള്ളത്. സംസ്ഥാനത്തെ 34 ജില്ലകളിൽ 27 ജില്ലകളിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബാക്കിയുള്ള 7 ജില്ലകളിൽ സ്വയംഭരണ കൗൺസിലുകളാണ് നിയന്ത്രിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആകെ 1.80 കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യാൻ യോഗ്യരായിരിക്കുന്നത് എന്നുള്ളിടത്താണ് ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA എതിരില്ലാതെ തന്നെ ഇപ്പോൾ ആസാമിൽ 325 സീറ്റുകൾ നേടിയിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.